ആ ഓക്കെ, എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ അങ്ങനെ പിന്നെ ഒരു സ്പായിലൊന്ന് പോയാലോ? അതെന്ത് ഇന്നലെ സ്പാ സിനിമ കണ്ടപ്പോഴാണോ സ്പായിൽ പോയാൽ കൊള്ളാമെന്ന് തോന്നിയത്? അല്ല, സ്പാ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആർക്കും സ്പായിലൊന്ന് പോകണമെന്ന് തോന്നുന്നു. കാരണം സ്പായിൽ എന്താണ് നടക്കുന്നത്, അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്താണെന്ന് കൃത്യമായിട്ട് അതിനകത്ത് പ്രതിപാദിച്ച് വെച്ചിട്ടുണ്ട്. ശരിയാ. ഇല്ലേ? സ്പാ കാണാത്തവർക്ക് സ്വാഭാവികമായും സ്പാ എന്താണെന്ന് മനസ്സിലാകുന്ന ഒരു മസാജിങ് എന്താണ്, അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവസാനം എൻഡ് ചെയ്യുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നതാണ് നമ്മളെല്ലാ സംഭവങ്ങളും നന്നായിട്ട്. പക്ഷെ അവിടുത്തെ ഹാപ്പി എൻഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക് അതത്ര നല്ലതല്ലെന്നാണ് പുതിയൊരു മോശമാണെന്നാണ് ഒരു വൈപ്പ്. അല്ല, വേറെ കാര്യമുണ്ട്. ഈ ഒരാൾക്ക് നല്ലത് എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് മോശമായിട്ട് തോന്നാം. മറ്റൊരാൾക്ക് മോശമാണെന്ന് തോന്നുന്ന കാര്യം വേറെ ആൾക്ക് നല്ലതെന്ന് തോന്നാം. ഇതൊരു ആപേക്ഷികമാണ്. അത് ഈ ഹാപ്പി എൻഡിങ്ങിന് വന്നിരിക്കുന്ന ആൾക്കത് നല്ലതും ചെയ്യുന്ന ആൾക്കെന്ന് മോശം, അങ്ങനെയാണോ? അങ്ങനെയല്ല. പിന്നെ ഈ എല്ലാ ആൾക്കാരിലും ഉണ്ടല്ലോ നല്ലതും ചീത്തയും. ആൾക്കാരെന്നല്ല, എല്ലാ കാര്യങ്ങളിലും രണ്ട് വശമുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കത് നല്ലതായിട്ട് തോന്നാം, കുറച്ച് പേർക്കത് മോശമായിട്ട് തോന്നാം. അല്ല, ഇത് ഈ ഹാപ്പി എൻഡിങ് മോശമാണ്, അല്ല ഞാൻ മോശക്കാരനായതുകൊണ്ടല്ല കേട്ടോ എന്നൊക്കെ പറയുന്നത്. ഒരു കപട സദാചാരത്തിന്റെ ഒരു കാര്യം കൂടെ അതിനകത്തുണ്ട്. അത് ഈ സിനിമയിൽ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന് രണ്ട് കാര്യം, പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും കപട സദാചാരത്തെക്കുറിച്ചും കൃത്യമായി കൊള്ളുന്ന രീതിയിൽ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു വസ്തുത. ഈ എബ്രിഡ് ഷൈൻ്റെ വേറൊരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹം സിനിമകളെ വളരെ ലൈവ്ലി കൊണ്ടുപോകുന്ന മനുഷ്യനാണ്, റിയലിസ്റ്റിക് ആയിട്ട്. അതെ. ഇതിനു മുമ്പ് ആക്ഷൻ ഹീറോ ബിജുവിലും ഒരു പോലീസ് സ്റ്റേഷൻ എങ്ങനെയാണ് ലൈവായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ കണ്ടത്. അതിനു മുമ്പ് ഒത്തിരി സിനിമകളിൽ നമ്മൾ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആക്ഷൻ ഹീറോ ബിജുവിലാണ് ഒരു പോലീസ് സ്റ്റേഷന്റെ ഏറ്റവും കൃത്യമായ അളവിലുള്ള പ്രവർത്തനം നമ്മൾ കണ്ടത്. അതിനുശേഷം വന്ന പോലീസ് സ്റ്റേഷനുകളെല്ലാം അതിനെ മാതൃകയാക്കിയായിരുന്നു സിനിമയിൽ എന്ന് വേണമെങ്കിൽ അല്ലേ? അതെ അതെ അതെ. ഒരാളെങ്കിലും വിചാരിച്ചാൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഒരു പിന്നെ അതുപോലെ തന്നെ കാസ്റ്റിംഗ്, അദ്ദേഹത്തിന്റെ കഥാപാത്രം, അപ്പം അതും നമുക്ക് എടുത്ത് പറയാം. കാസ്റ്റിംഗ് ഒക്കെ ഓക്കെ, ഇല്ല ഇത് തീർക്കരുത്. കാസ്റ്റിങ്ങിനെ കുറിച്ച് ആവേശത്തിൽ അത് തീർക്കരുതല്ലേ? ആക്ഷൻ ഹീറോ ബിജു എടുത്ത ഓരോ ചെറിയ കഥാപാത്രങ്ങൾ പോലും വന്നു പോകുന്ന ഒരു കൃത്യം ആപ്റ്റായിട്ടുള്ളവർ വെച്ചിട്ടുള്ളുണ്ട്. അവർ അഭിനേതാക്കളാണോ റിയൽ ആയിട്ടുള്ള ആളുകളാണോ എന്ന് ചിലപ്പോൾ നമുക്ക് സംശയം തോന്നരുത്. അതുപോലെ തന്നെയാണ് ഇവിടെ സ്പായിലും ഇവിടെ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളായാലും ഇവിടെ വരുന്ന ആളുകളായാലും കൃത്യം ആളുകൾ കണ്ടെത്തി വെച്ചിട്ടുള്ളതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ അഭിനയിക്കുന്നുണ്ട് അഭിഷേകിന്റെ അടുത്ത് ചാൻസ് ചോദിച്ചാൽ നമുക്ക് കിട്ടത്തില്ല. കാരണം ആ കഥാപാത്രത്തിന് ആപ്റ്റ് അല്ലെങ്കിൽ നമ്മളൊക്കെ ഔട്ട് വിളിക്കളയും. അത് വേണമല്ലോ, അതല്ലേ സിനിമ. അല്ല, അതിനകത്ത് എനിക്ക് തോന്നുന്നത് ഒരു ആക്ടേഴ്സിനെ ഞാനും കണ്ടിട്ടില്ല. എല്ലാവരും നന്നായി ബിഹേവ് ചെയ്തു, അഭിനയിക്കുകയല്ല. അതിനകത്ത് പ്രധാന കഥാപാത്രമായിട്ട് നമുക്ക് തോന്നുന്ന മാത്രം എന്ന് പറഞ്ഞ കഥാപാത്രം, അങ്ങനെ പല ആൾക്കാരും ഉണ്ട്. ഒരു സ്ത്രീ സഹജമായ ഒരു കാര്യങ്ങളിൽ ഇടപെടാത്ത പല ആൾക്കാർക്ക് ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ അടുത്തിടപഴകി കഴിയുമ്പോഴും അവരുടെ മനസ്സും ശരീരവും അവർ വേറൊരു ലോകത്തിലേക്ക് പോകുന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് അദ്ദേഹം അതിനകത്ത് വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സബ്ജക്റ്റ് കണ്ടെടുത്ത് അത് വിഷ്വൽ ചെയ്യാൻ കാണിച്ചൊരു ധൈര്യം ഒന്ന്. രണ്ടാമത് അതിനൊരു ബ്രില്യൻ സ്ക്രിപ്റ്റും ഉണ്ടാക്കി, ക്യാരക്ടറൈസേഷൻ, ആ ക്യാരക്ടേഴ്സ്. പക്ഷേ അതിലൊരു സിനിമ ആയോ ഇതൊരു ഡോക്യുമെൻ്ററി ആയോ എന്നുള്ള തരത്തിലാണ് സംഭവം നിൽക്കുന്നത്. സിനിമയാകുമെന്ന് നമ്മൾ തോന്നിച്ച അവസാന ഘട്ടത്തിൽ അതെ, സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കഥയിലേക്ക് കടന്നപ്പം അത് തീർന്നതായിട്ട് തോന്നി. എനിക്ക് തോന്നുന്നത് ബഡ്ജറ്റിന്റെ പ്രശ്നം വല്ലതും കാണും. ബഡ്ജറ്റിന്റെ പ്രശ്നത്തിൽ ചിലപ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ഒരു ചെറിയ സിനിമ എടുത്ത് കളയാം എന്നായിരിക്കും അദ്ദേഹം കരുതിയെങ്കിലും. അല്ല, ഇതൊരു സിനിമ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് ആസ്വാദകർക്ക് എത്രമാത്രം ആസ്വാദകനായി, അത് എത്രമാത്രം സിനിമയുടെ എല്ലാ അളവിലും വന്നു എന്നുള്ളതിനപ്പുറം ഇതൊരു സിനിമയാണ്. ഇത് എവിടെ വേണേലും പ്രദർശിപ്പിക്കാവുന്ന, എവിടെ വേണേലും നമുക്കെടുത്ത് വെച്ച് കാണിക്കാവുന്ന ഒരു നല്ല കലാമൂല്യമുള്ള ഒരു സിനിമ തന്നെയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത്തരത്തിലൊരു സബ്ജക്റ്റ് പ്രത്യേകിച്ച് സ്പാ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു സ്പായെക്കുറിച്ച് പൊതുവേ ആൾക്കാർക്ക് മുമ്പേ പറഞ്ഞ കപട സദാചാര ബോധമുള്ള ആൾക്കാർക്ക് സ്പാ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. അതുമാത്രമല്ല, സ്പാ എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. അതിനകത്ത് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ഒരു സ്പായിൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങനെ വിളിച്ച് പറയാനും കാണിക്കാനും പറ്റാത്തതാണല്ലോ സിനിമ, ദൃശ്യമാധ്യമമായതുകൊണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻ നിലനിൽക്കെ തന്നെ അദ്ദേഹം വളരെ കൃത്യമായ രീതിയിൽ, എന്നാൽ വളരെ പലത് ഹൈഡ് ചെയ്തു. എന്നാൽ ഇതിനകത്ത് എന്തൊക്കെ നടക്കുന്നു, എന്തൊക്കെ നടക്കാതിരിക്കുക, എന്തൊക്കെ നടക്കും എന്നുള്ളത് കൃത്യമായിട്ട് വരച്ച് കാണിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളതിൻ്റെ മാത്രമല്ല, പല കാര്യങ്ങളും പണ്ടത്തെ സിനിമയിലൊക്കെ സിംബലൈസേഷനൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കാണിക്കാൻ ചില സിംബലുകളൊക്കെ പുതിയ വെർഷനിൽ കാണിച്ചിട്ട് അതൊരു തമാശയുടെ, അത് അറിയാതെ ചിരിച്ചു പോകുന്ന ഉണ്ട്. സീരിയസ് ആയിട്ടുള്ള സബ്ജക്ട്, അതായത് സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് പറയുമ്പോൾ അത് ചിരിയിലേക്ക് ചെന്നെത്തുന്ന ഒരു സീരിയസ് സീനുകളിലും ഭയങ്കരമായിട്ട് ചിരിച്ചു പോകുന്ന സീനുകളുണ്ട്.
അതുകൊണ്ട് ഇതൊരു പ്രശാന്ത് അലക്സാണ്ടറിന്റെ ഉള്ള ഒന്ന് രണ്ട് സീനുകളെല്ലാം നല്ല രീതി തന്നെയാണ്. അയ്യോ അദ്ദേഹം വളരെ മനോഹരമായിട്ടാണ് ഉഗ്ര. സത്യം പറഞ്ഞ വേറെ കാര്യമുണ്ട്, ഈ ഒരു സീനിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഭവമല്ല. ഇതിനു മുമ്പ് പല സിനിമയിലും തുണിയൂരി അഭിനയിച്ചിട്ടുള്ള ഒരു ശീലമുള്ളതുകൊണ്ട് മമ്മൂട്ടി ചിത്രത്തിൽ പോക്കിരി രാജായാലും മധുരരാജ ഏതൊരു സിനിമയിലും ഇയാളൊരു രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ ജെട്ടിയിട്ടുകൊണ്ട് ഇവിടെ തുള്ളുന്ന ഒരു സീനൊക്കെ പ്രശാന്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് അതിനെ ഹിറ്റാക്കിയതാണ്. അല്ല അങ്ങനെ ഇപ്പൊ ചിലര് മീശ പഠിച്ച് അഭിനയിച്ചാൽ ഹിറ്റാകും എന്ന് പറഞ്ഞല്ലേ, പ്രശാന്ത് മുണ്ടുരിഞ്ഞ് അഭിനയിച്ചാൽ ഹിറ്റാകും. അതൊക്കെ ശരിയായിരിക്കും. എന്നാലും ഇത്തരത്തിലൊരു സബ്ജക്റ്റിലേക്ക് കിടക്കുമ്പോൾ ഒരു ജാള്യതയൊക്കെ ആക്ടറാണ് എങ്കിലും ഒരു ജാള്യതയും തോന്നാത്ത അഭിനയിച്ച നടികൾക്ക് തോന്നാത്ത ചാടിയത് നടന് തോന്നാത്ത കാര്യമില്ലല്ലോ. കാരണം ആ ക്യാരക്ടേഴ്സിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കാര്യമൊന്നുമില്ല. ഈ സിനിമ എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ മക്കളെ നമുക്ക് എല്ലാവരും കൂടെ സിനിമ പോയി കാണാം എന്ന് പറഞ്ഞ് വീട്ടിൽ മക്കളുമായിട്ട് പോകാനായിട്ട് ചിലപ്പോൾ ഒന്ന് മടിക്കുമല്ലേ. അല്ല ഞാനത് മോശക്കാരനായതുകൊണ്ട് പറയാം, അങ്ങനെ ആളല്ല കേട്ടോ, ആ പറച്ചിലുണ്ടല്ലോ. അത് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും അല്ലേ. പക്ഷേ കുഴപ്പമില്ല, നല്ലൊരു സിനിമയായിട്ട് എനിക്ക് തോന്നി. നമ്മൾ എൻജോയ് ചെയ്തു. ഒരു ഹാപ്പി എൻഡിങ്. ഈ പേരെങ്ങനെ വന്നെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്. കാരണം നമ്മൾ ജീവിതത്തിലെല്ലാം ഹാപ്പിയായിട്ട് എൻഡ് ചെയ്യണമേ ദൈവമേ എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരാണ്. പക്ഷേ ആ എൻഡ് എന്നുള്ളതിനകത്ത് ഒരു ING കൂടെ ചേർത്ത് ഹാപ്പി എൻഡിങ് എന്നായി കഴിയുമ്പോൾ അർത്ഥമേ അങ്ങ് മാറി, കഥയും മാറി, ധാരത്വം. അത് ഈ സബ്ജക്റ്റിന്റെ പ്രത്യേകതയാണ്. ഈ സബ്ജക്റ്റിന് ഹാപ്പി, സത്യം പറഞ്ഞാൽ സ്പായിൽ ഇങ്ങനെ ഹാപ്പി എൻഡിങ് എന്ന് പറയുന്ന ഇങ്ങനൊരു വാക്കുള്ള കാര്യം ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇത് എങ്ങനെയാണ് എല്ലാവരും പൊതുവേ സമൂഹത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഞാൻ ഇപ്പോഴാണ് ഇത് അറിഞ്ഞതെന്ന്. പക്ഷേ ഇത് കണ്ടുപിടിച്ചവർ പോലും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോൾ പറയുന്നത് എന്നുള്ളതാണ്. ഞാൻ മോശക്കാരനായതുകൊണ്ടല്ലേ, ഞാൻ സിനിമ പോകുന്ന ആളായതുകൊണ്ടല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് സിനിമ കാണാൻ പോകുന്നത്. സിനിമ കാണുന്ന ആദ്യമായിട്ടാണ്. സിനിമ കാണുന്ന ആദ്യമായിട്ടായിരിക്കും. സ്പായിൽ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ട്രാവൽ ചെയ്യുന്ന ആളാണ് നമ്മൾ. ദുബായിലും അബുദാബിയിലൊക്കെ സ്പാ ഒക്കെ ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടിയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു സ്പാ എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകാനും അവിടെ എന്തൊക്കെയാണ് ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാകാനും പിന്നെ അവിടെ വരുന്നവർ ഓരോരുത്തരുടെ മാനസിക വെപ്രാളങ്ങളും ഒക്കെ നമുക്ക് ഈ സ്പാ സിനിമയിലൂടെ അറിയാം. കാരണം പല ടൈപ്പ് ആളുകളല്ലേ അവിടെ വരുന്നത്. മറ്റുള്ളവർ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അറിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, എനിക്കിതൊക്കെയാണ് വേണ്ടതെന്ന്. അല്ല, ഒരാൾ മോശക്കാരനാവണമെങ്കിൽ സ്പായി തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല. അയാൾ മോശക്കാരനാവണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി മോശക്കാരനാണെന്നുള്ള യാതൊരു സംശയമില്ല. സ്പായി തന്നെ പോകണമെന്നില്ല. ഇനി സ്പായിൽ പോകേണ്ടവർക്ക് സ്പായിൽ പോകാം, പോകണ്ടാത്തവർക്ക് പോകണ്ട. സ്പാ കാണേണ്ടവർക്ക് കാണാം, കാണാത്തവർക്ക് കാണാതിരിക്കാം. എങ്കിലും എനിക്കും അങ്ങനെ തന്നെയാണ്. അതൊരു സിനിമയാണ്, ഒരു സിനിമ തന്നെയാണ് അത് സ്പാ.